അമേരിക്കയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെയും നിലവിൽ ഇവിടെ തൊഴിൽ വിസയിലും ഗ്രീൻ കാർഡ് കാത്തിരിപ്പിലും കഴിയുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു സുപ്രധാന വാർത്തയാണ് US നിന്ന് പുറത്തു വരുന്നത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് തങ്ങളുടെ അപേക്ഷാ പരിശോധന നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. ഇമിഗ്രേഷൻ അല്ലെങ്കിൽ വിസ അപേക്ഷകളിൽ ആവശ്യമായ രേഖകളുടെ കുറവുണ്ടെങ്കിൽ അപേക്ഷകന് മുന്നറിയിപ്പോ കൂടുതൽ വിവരങ്ങൾ സമർപ്പിക്കാനോ ഉള്ള അവസരമോ നൽകാതെ തന്നെ നേരിട്ട് അപേക്ഷ തള്ളാൻ ഇമിഗ്രേഷൻ ഓഫീസർമാർക്ക് അധികാരം നൽകുന്ന ഉത്തരവ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതുവരെ ഒരു ഇമിഗ്രേഷൻ അല്ലെങ്കിൽ വിസ അപേക്ഷയിൽ ആവശ്യമായ രേഖകൾ അപൂർണമായാലോ അല്ലെങ്കിൽ പൂർണ്ണമല്ലെങ്കിലോ തെളിവുകൾ വ്യക്തമല്ലെങ്കിലോ USCIS ഓഫീസർമാർ അപേക്ഷകനൊരു റിക്വസ്റ്റ് ഫോർ എവിഡൻസ് അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് ഇന്റന്റ് ടു ഡിനൈ അയക്കുമായിരുന്നു. വിട്ടുപോയ രേഖകൾ ഹാജരാക്കാൻ അപേക്ഷകർക്ക് ലഭിച്ചിരുന്ന ഒരു അവസരമായിരുന്നു ഇത്. എന്നാൽ 2026 ഓഗസ്റ്റ് 5 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിർദ്ദേശപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായ തെളിവുകൾ പൂർണ്ണമായും ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ RFE നൽകേണ്ടതില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് തീരുമാനിക്കാം. പുതിയതായി സമർപ്പിക്കുന്ന അപേക്ഷകർക്ക് മാത്രമല്ല, നിലവിൽ പരിഗണനയിലുള്ള എല്ലാ അപേക്ഷകൾക്കും ഈ നിയമം ബാധകമാണ്. RFE അയക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാൽ പോലും പരമാവധി 12 ആഴ്ച വരെയുള്ള നിശ്ചിത സമയപരിധി കുറയ്ക്കാൻ ഓഫീസർമാർക്ക് അധികാരമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന അപേക്ഷകർക്ക് നൽകിയിരുന്ന അധിക 14 ദിവസത്തെ മെയിലിംഗ് സമയം പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുകയാണ്. ഈ വിഷയം അമേരിക്കൻ ഭരണകൂട നയങ്ങളിൽ കാലാകാലങ്ങളായി തുടരുന്ന മാറ്റങ്ങളുടെ ഭാഗമാണ്. ഇതേ രീതിയിലുള്ള കർശന നിയമം 2018 കൊണ്ടുവന്നിരുന്നു. അപൂർണമായ അതായത് പൂർണ്ണമല്ലാത്ത അപേക്ഷകൾ RFE നൽകാതെ തള്ളാൻ ഓഫീസർമാർക്ക് പരമാധികാരം നൽകിയത് അന്ന് വലിയ തരംഗമുണ്ടാക്കിയിരുന്നു. 2021 വന്ന നയമാറ്റത്തിലൂടെ അപേക്ഷകർക്ക് രേഖകൾ തിരുത്താനും തിരികെ സമർപ്പിക്കാനും മുൻഗണന നൽകുന്ന ഒരു സമീപനവും US ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നു. തെറ്റുകൾ തിരുത്താൻ ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നൽകി. ബൈഡൻ കാലഘട്ടത്തിലെ ഉദാരമായ നയം റദ്ദാക്കിക്കൊണ്ട് പഴയ രീതിയിലുള്ള കർശന നിലപാടിലേക്ക് USCIS തിരിച്ചെത്തിയിരിക്കുകയാണ്. അപൂർണമായതും വ്യാജമായതുമായ അപേക്ഷകൾ അടിഞ്ഞുകൂടുന്നത് തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് USCIS വ്യക്തമാക്കുന്നു. വർക്ക് പെർമിറ്റ് പോലെയുള്ള ഇടക്കാല ആനുകൂല്യങ്ങൾ താൽക്കാലികമായി നേടിയെടുക്കാൻ വേണ്ടി അപൂർണമായ അപേക്ഷകൾ നൽകി സമയം നീട്ടിക്കൊണ്ടുപോകുന്ന പ്രവണത തടയുകയാണ് US ലക്ഷ്യമിടുന്നത്. പകുതി മാത്രം പൂർത്തിയായ അപേക്ഷകളിൽ തുടർച്ചയായ കത്തിടപാടുകൾ നടത്തുന്നത് മൂലം സിസ്റ്റത്തിൽ വൻ കാലതാമസവും ബാക്ക്ലോഗും ഉണ്ടാകുന്നുണ്ട്. അപേക്ഷ നൽകുന്ന വ്യക്തിക്ക് തന്നെയായിരിക്കണം യോഗ്യത തെളിയിക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം എന്ന തത്വമാണ് ഇവിടെ ഊട്ടിയുറപ്പിക്കുന്നത്. ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യൻ IT ജീവനക്കാരെയും പ്രൊഫഷണലുകളെയുമാണ്. തൊഴിൽ വിസകളുടെ നീട്ടിയെടുക്കൽ, അപ്ഗ്രേഷൻ അപേക്ഷകളിൽ ചെറിയൊരു രേഖയുടെ കുറവ് പോലും അപേക്ഷ നിരസിക്കപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് അപേക്ഷകളിൽ നിസാരമായ പിഴവുകൾ സംഭവിച്ചാൽ പോലും അപേക്ഷ തള്ളപ്പെടാം. ഫീസ് നഷ്ടപ്പെടുന്നതിന് പുറമെ US നിയമപരമായ ലീഗൽ സ്റ്റാറ്റസ് താമസാവകാശം പെട്ടെന്ന് അവസാനിക്കാനും ഇത് വഴിവെക്കും. I-130 ഉൾപ്പെടെയുള്ള ഫാമിലി ഇമിഗ്രേഷൻ അപേക്ഷകൾ സമർപ്പിക്കുന്നവരും ഇനി മുതൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരും. ചുരുക്കത്തിൽ പിന്നീടെല്ലാം ശരിയാക്കാം അല്ലെങ്കിൽ RFE വരട്ടെ അപ്പോൾ രേഖകൾ അയക്കാം എന്ന ചിന്താഗതി ഇനി അമേരിക്കൻ ഇമിഗ്രേഷനിൽ നടക്കില്ല. ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് അതിൽ ആവശ്യപ്പെടുന്ന മുഴുവൻ രേഖകളും തെളിവുകളും ഒപ്പുകളും കൃത്യമാണെന്ന് അപേക്ഷകരും തൊഴിൽദാതാക്കളും 100% ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചെറിയൊരു വീഴ്ച പോലും വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കും US സ്വപ്നങ്ങൾ അവസാനിക്കുന്നതിനും കാരണമായേക്കാം.